ബീഹാർ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കിഴക്കൻ ചമ്പാരൻ ജില്ലാ ആസ്ഥാനമായ മോത്തിഹാരിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി JDU BJP സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു. ये लोग कहते हैं ना भाजपा के नेता कि 70 सालों में क्या हुआ, कहते हैं ना कि कांग्रेस ने 70 सालों में क्या किया, इन अधिकारों को मजबूत बनाया. मैं जवाब देती हूं कि कांग्रेस ने इन अधिकारों को मजबूत बनाया, आपके वोट को मजबूत किया, आपकी शक्ति को मजबूत किया, बड़े बड़े उद्योग बनाए, शिक्षा के संस्थान बनाए. जब कांग्रेस का राज था बिहार में तो कितने बड़े बड़े संस्थान बने. ബീഹാറിൽ ഉറങ്ങുന്ന സർക്കാരാണ്. പക്ഷേ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലം തീർത്ത് അവർ വരുന്നു. തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് GSTയിൽ അവർ ഇളവുകൾ കൊണ്ടുവന്ന് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണ്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ത്രീകളുടെ വോട്ട് ലക്ഷ്യം വെച്ച് പ്രധാനമന്ത്രിയും JDU നിതീഷ് കുമാറും നടത്തുന്ന തന്ത്രമാണിത്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ അവർ ഇത് നിർത്തുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് NDA സർക്കാർ പ്രഖ്യാപിച്ച ആ 10,000 രൂപ വാങ്ങിയെടുക്കണം. പക്ഷേ അവർക്ക് വോട്ട് ചെയ്യരുത് എന്ന് പ്രിയങ്ക ഗാന്ധി വാദ്ര ബീഹാർ സ്ത്രീകളോട് ആഹ്വാനം ചെയ്തു. ഭരണത്തിലിരിക്കുന്ന BJPയെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ ഈ വാക്കുകൾ. അധികാരത്തിലിരിക്കുന്ന മോദി സ്ത്രീകളുടെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്തുകൊണ്ടാണെന്നാണ് അവർ ചോദിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ കപട സ്നേഹിയായി വരികയും ചെയ്യുന്നു. മോത്തിഹാരിയിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് അവർ ഇത് ജനങ്ങളുടെ ഇടയിലേക്ക് ചോദ്യശരങ്ങളായി തൊടുത്തുവിട്ടത്. ഇന്ന് രാജ്യത്തെ സ്ത്രീകൾ അരക്ഷിതാവസ്ഥയിൽ കഴിയുകയാണ്. അവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ഇവർ എന്താണ് ചെയ്യുന്നത്? ജാതി, മതം, നുഴഞ്ഞുകയറ്റം, പൊള്ളയായ പ്രസംഗങ്ങൾ എന്നിവയുടെ പേരിൽ വോട്ട് തേടുന്നവരിൽ BJP പരാജയപ്പെട്ടപ്പോൾ അവർ വോട്ട് ചോരി എന്ന പുതിയ കുടില തന്ത്രങ്ങൾ നടത്തിക്കൊണ്ട് രംഗത്ത് വന്നു എന്നും പ്രിയങ്ക ഗാന്ധി തുറന്നടിച്ചു. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ബീഹാറിൽ നടത്തിയ ആദ്യ റാലിയിലാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും വയനാട് MPയുമായ പ്രിയങ്ക ഗാന്ധി വാദ്ര ബീഹാറിലെ സ്ത്രീകളോട് നിതീഷ് കുമാറിൻ്റെ നേതൃത്വത്തിലുള്ള നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് സർക്കാരിൻ്റെ നയങ്ങളെ പരസ്യമായി വിമർശിച്ച് സംസാരിച്ചത്. മോത്തിഹാരിയിൽ ഭോജ്പുരിയിൽ പ്രസംഗം ആരംഭിച്ച അവർ ജനക്കൂട്ടത്തോട് കാ ഹാൽബ, എങ്ങനെയുണ്ട് നിങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു ആരംഭിച്ചത്. നമുക്ക് ബീഹാറിലെ അവസ്ഥ മാറ്റണ്ടേ എന്ന് അവർ ജനത്തോട് വിളിച്ചു ചോദിച്ചു. ഹർഷാരവത്തോടെ ഒരേ സ്വരത്തിൽ ആ ആബാലം വൃദ്ധ ജനങ്ങളും വേണമെന്ന ശബ്ദമുയർത്തി പ്രിയങ്കയ്ക്ക് ഒപ്പം ചേർന്നു. നിങ്ങളുടെ ഈ ആർപ്പുവിളിയിൽ ജീവിക്കാനുള്ള കൊതി ഞാൻ കാണുന്നു. ശ്വാസം മുട്ടിയ നിങ്ങളുടെ രോദനം എൻ്റെ ചെവികളിൽ വന്ന് അലയ്ക്കുന്നു. ഉണരണം നിങ്ങൾ. നിങ്ങളുടെ നിശ്വാസം രാജ്യത്തിൻ്റെ സ്പന്ദനമാണ്. നിങ്ങളുടെ അവകാശം നേടിയെടുക്കണം നിങ്ങൾ. നിങ്ങളുടെ സ്വാതന്ത്ര്യവും നിങ്ങളുടെ അവകാശവും നിങ്ങളുടെ സ്വപ്നങ്ങളും ചവിട്ടിമെതിക്കുന്ന ഈ സംവിധാനത്തെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുക. ഭരണകക്ഷിയെ അവർ ലക്ഷ്യം വെച്ചുകൊണ്ട് വാക്ചരങ്ങൾ തൊടുത്തുവിടുകയായിരുന്നു. ബീഹാറിൽ സർക്കാരിൻ്റെ ശബ്ദം കേൾക്കുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ എല്ലാത്തരം പ്രഖ്യാപനങ്ങളും നടക്കുന്നുണ്ടെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. NDA സർക്കാർ ഒരിക്കലും സ്ത്രീകളുടെ ക്ഷേമത്തെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവർ സ്ത്രീക്ഷേമത്തിൻ്റെ പ്രവാചകരായി അഭിനയിക്കുന്നു. BJP JDU സർക്കാരിനെ ജനങ്ങൾ മടുത്തു കഴിഞ്ഞു. പ്രിയങ്ക ഗാന്ധി ബീഹാർ സംസ്ഥാനത്തിൻ്റെ സർക്കാരിൻ്റെ പരാജയങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു JDU BJP സർക്കാരിനെ അവിടെ വെച്ച് ആക്രമിച്ചത്. ഇവിടെ പലായനങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വികസനമെന്നാൽ ഇത് തന്നെയാണോ? യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല. തുടർച്ചയായ കുടിയേറ്റം നടക്കുന്നു. പരീക്ഷാ പേപ്പർ ചോർച്ച കാരണം യുവാക്കളുടെ ജീവിതം നശിപ്പിക്കപ്പെടുന്നു. സ്ത്രീകൾ സുരക്ഷിതരല്ല. മാറ്റത്തിനുള്ള സമയം ഇവിടെ വന്നിരിക്കുന്നു. പൊതുജനങ്ങൾക്ക് വിവേകമുണ്ട്. എവിടെ വോട്ട് ചെയ്യണമെന്ന് അവർക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ജനങ്ങൾക്ക് ബോധോദയമുണ്ടാക്കുന്ന തരത്തിൽ അവരെ പ്രിയങ്ക ഗാന്ധി ഉദ്ബോധിപ്പിച്ചത്. കഴിഞ്ഞ മാസം ബീഹാറിൽ പാർട്ടിയുടെ വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുത്തുകൊണ്ട് അവർ പറഞ്ഞിരുന്നു, ജാതി, മതം, നുഴഞ്ഞുകയറ്റം, പൊള്ളയായ പ്രസംഗങ്ങൾ എന്നിവയുടെ പേരിൽ വോട്ട് തേടുന്നതിൽ BJP പരാജയപ്പെട്ടപ്പോൾ വോട്ട് ചോരി എന്ന പുതിയ തന്ത്രങ്ങൾ അവർ ആരംഭിച്ചു എന്ന്.
രാജ്യത്തെ ഇന്ന് ജനാധിപത്യത്തിൻ്റെ തകർച്ചയിലെത്തിച്ച പാർട്ടിയുടെ അഭിനവ രക്ഷിതാവിൻ്റെ കപട രാജ്യസ്നേഹം പുകമറ തീർത്ത് വെളിയിൽ വന്നതിൻ്റെ അമ്പരപ്പിലാണ് 146 കോടി ജനവും ഇപ്പോൾ ഉള്ളത്. BJPക്ക് ഒരേ ഒരു ലക്ഷ്യമേയുള്ളൂ, അധികാരത്തിൽ തുടരുക എന്നത് മാത്രം. അതിനുവേണ്ടി രാജ്യത്തെ പണയം വെക്കാനും തയ്യാറാകുമെന്ന അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞു BJP. പ്രിയങ്ക ഗാന്ധിക്കൊപ്പം ബീഹാർ കോൺഗ്രസ് പ്രസിഡന്റ് രാജേഷ് റാം, പൂർണിയ, MP രാജേഷ് രഞ്ജൻ എന്ന പപ്പു യാദവ്, ബീഹാർ കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കൾ എന്നിവർ വേദിയിലുണ്ടായിരുന്നു. സാധാരണക്കാരെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും 4000 കിലോമീറ്റർ കാൽനടയായി സഞ്ചരിച്ച തൻ്റെ സഹോദരനെ അവരൊരു യഥാർത്ഥ രാജ്യസ്നേഹി എന്ന് വിളിച്ചു. ആ രാജ്യസ്നേഹം നമ്മളിലേക്ക് പടരണം, യഥാർത്ഥ രാജ്യസ്നേഹി നമ്മൾ തിരിച്ചറിയണമെന്ന് മോദിയെ ലക്ഷ്യം വെച്ച് അവർ വാക്ശരങ്ങൾ തൊടുത്തുവിട്ടു. തുടർന്ന് പാട്നയിലെ പാർട്ടി ഓഫീസിൽ സംഘടിപ്പിച്ച ഒരു വനിതാ സമ്മേളനത്തിൽ അവർ പങ്കെടുത്തു. അവിടെ അവർ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആശാപ്രവർത്തകർ, അങ്കണവാടി ജീവനക്കാർ, സ്വയം സഹായ സംഘ അംഗങ്ങൾ എന്നിവരുമായി സംവദിച്ചു. നമ്മുടെ സഹോദരിമാർ അനന്തമായ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും മനുഷ്യത്വരഹിതമായ സാഹചര്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുമാണ്. അവർക്ക് മാന്യമായ പ്രതിഫലം പോലും ലഭിക്കുന്നില്ല. ബീഹാറിലെ സ്ത്രീകൾ നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും ഇന്ത്യ ബ്ലോക്ക് സർക്കാർ പരിഹരിക്കുകയും അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുകയും ചെയ്യും. അതാണ് തങ്ങൾ ലക്ഷ്യമിടുന്ന പ്രധാന കാര്യം. ഇന്ത്യ ബ്ലോക്ക് സർക്കാർ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ, 3 മുതൽ 5 ദശാംശം വരെ ഭൂമി, സ്ത്രീകൾക്കുള്ള ഉടമസ്ഥാവകാശം, സൗജന്യ ചികിത്സയ്ക്ക് 25 ലക്ഷം രൂപ വരെ എന്നിവ നൽകുമെന്നും കോൺഗ്രസ് പാർട്ടി പറഞ്ഞിരുന്നു. നോക്കൂ, രാജ്യത്തിൻ്റെ നവനിർമ്മാണം ലക്ഷ്യമിട്ടാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് 100% ശരിയാവുന്ന രീതിയിലാണ് രാജ്യത്ത് കോൺഗ്രസിൻ്റെ നീക്കം. കഴിഞ്ഞ 11 വർഷമായി മോദി അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയും അതിന് പിന്നിൽ നടത്തിയ കാട്ടുകൊള്ളയും അടക്കം പുറത്തു കൊണ്ടുവന്ന് കോൺഗ്രസ് നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് മോദിയെ പൊള്ളിക്കുന്നതായിരുന്നു. ഇനി ബീഹാറാണ് മോദിയുടെ ലക്ഷ്യമെങ്കിൽ ആ ലക്ഷ്യത്തെ തകർത്ത് തരിപ്പണമാക്കാനാണ് പ്രിയങ്ക തൻ്റെ സ്വരമുയർത്തിയത്. ബീഹാറിൻ്റെ മണ്ണിൽ ധർമ്മവും അധർമ്മവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അത് കാലത്തിൻ്റെ അനിവാര്യതയിൽ പുതിയ ഒരു യുഗത്തിന് തുടക്കമാവുകയും അനീതിയുടെ അഥർവവേദങ്ങൾ ചുട്ടുകരിക്കപ്പെടുകയും ചെയ്യും. കനലെരിയുന്ന കാലത്തിൻ്റെ തീച്ചൂളയിൽ ജനാധിപത്യത്തെ ചുട്ടുതിന്നുന്ന ഒരു ഭരണാധികാരിയെ കൊണ്ടു നിർത്തി ജനകീയ വിചാരണ ചെയ്യുന്ന ഒരു കാലം വരും. മോദി എന്ന ജനാധിപത്യ ധ്വംസകനെ ഇന്ത്യയിൽ നിന്ന് നിഷ്കാസനം ചെയ്യുന്ന ഈ കാലം ഇന്ന് അനിവാര്യമായി കഴിഞ്ഞു. ജനം ഒറ്റക്കെട്ടായി അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുക തന്നെ ചെയ്യുകയാണ്. ഇത് മോദിയുടെ അവസാനമായിരിക്കുമെന്നത് യാഥാർത്ഥ്യമാകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലാണ് ഇന്ത്യ ഇപ്പോൾ വന്നു നിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.